ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ചാപ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താ അടിപൊളി ചാപ്റ്റർ എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ, അത് മാത്രല്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പൊ നോക്കിക്കേ, മാത്സിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ വേറെ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് 6-ലെത്തുമ്പോഴും 7-ലെത്തുമ്പോഴും അങ്ങ് എന്താ നിങ്ങൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചങ്ങ് എത്തുന്നത് വരെ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഇതാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ആണ് എന്റെ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ 5ാം ക്ലാസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഒരിക്കലും പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്ററിന് എന്റെ കുട്ടികൾ മാർക്ക് മിസ് ചെയ്യരുത്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ എന്താ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് ഒരുപാട് ഗ്രാഫുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. ഒരുപാട് ഗ്രാഫുകൾ കാണും. എന്താ ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഈ ഗ്രാഫ്? നമ്മൾ വലിയ കണക്കുകളൊക്കെ ഒരു കുഞ്ഞു ഗ്രാഫിൽ എന്ത് ചെയ്യും, ഒതുക്കി പറയും. വലിയ കണക്കുകൾ അല്ലെ, ഒരു സ്കൂളിലെ മൊത്ത കുട്ടികള്, അവർക്ക് കിട്ടിയ ഗ്രേഡുകള്, അതേപോലെ മാർക്കുകള്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വലിയ കാര്യം ആയിക്കോട്ടെ, അങ്ങനെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ, അതൊക്കെ നമ്മളൊരു കുഞ്ഞു ഗ്രാഫിൽ ഒതുക്കി പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അത് അത്രയും സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ചെയ്താൽ തന്നെ എന്റെ കുട്ടിക്ക് ക്ലിയർ ആയിരിക്കും. അതേപോലെ അടുത്തൊരു ചോദ്യം മിസ് തരുന്നതായിരിക്കും. എന്റെ മക്കൾ അത് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് എന്റെ കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഗ്രാഫ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെ. എന്ത് ഈ ബാർ ഗ്രാഫ്? ആദ്യമായിട്ട് കേൾക്കുവാണ്. എന്താ ഈ ബാർ ഗ്രാഫ്? അതിന്റെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ഒരു ബാർ പോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇത് അവിടെ ഒരു മിസ് എക്സാമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞ് ബാർ ഗ്രാഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ആ തരുന്നത്. എന്റെ കുട്ടികൾ വേഗം ചെയ്ത് നോക്കാം, വേഗം കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ ഉണ്ടാകും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുകളിൽ തരും. അപ്പൊ ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ എന്താവും, അതിന്റെ അകത്ത് ആൻസറും ഉണ്ടാവും, അതിൽ തന്നെ ക്വസ്റ്റ്യനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ ഇതിന്റെ അകത്ത് പറയുന്നത് നോക്കിക്കേ. ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഇതാ നേരെ ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഗ്രാഫ്, ബാർ ഗ്രാഫ് ആണ്. ഇങ്ങനെ ഈ ബാർ ഗ്രാഫ് ആയത് കണ്ടില്ല, ഇതിങ്ങനെ ബാർ പോലെയാണുള്ളത്, അതുകൊണ്ടാണ് ഇത് ബാർ ഗ്രാഫ് ആയിട്ട് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ കൊടുത്തത്? ഇവിടെ നോക്കിക്കേ, സ്കൂളിലുള്ള കുട്ടികളുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അവർക്ക് കിട്ടിയ അവർക്ക് കിട്ടിയ ഗ്രേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രേഡുകള് നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് A ഗ്രേഡും B ഗ്രേഡും C ഗ്രേഡും ഒക്കെ കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അത് ആ സ്കൂളിൽ കിട്ടിയ കുട്ടികളുടെ ഗ്രേഡുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ A, B, C, D, E എന്നുള്ള രീതിയിൽ ഗ്രേഡുകളായിട്ട് കൊടുത്തത്. ഇനി നോക്കിക്കേ, വെർട്ടിക്കൽ ആയിട്ട് ഇവിടെ കാണുന്ന ഭാഗത്ത് നിങ്ങൾ എന്താ കാണുന്നത്? കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കൊടുത്തത്. അത് നമുക്ക് കാണാം, 0 തുടങ്ങി 1 2 3 4 എന്നുള്ള രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. സിമ്പിൾ അല്ലേ? ടേബിൾ എങ്ങനെയാ ഫില്ല് ചെയ്യുക? ടേബിൾ നോക്കിക്കേ, ഇവിടെ സിമ്പിൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂചന നിങ്ങൾക്ക് ഒരു ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താ? C ഗ്രേഡ് കിട്ടിയത് 9 പേർക്കാണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ആ ഗ്രാഫിലേക്ക് C ഗ്രേഡ് ഇവിടെ C ഗ്രേഡ് കിട്ടിയത് 9 പേർക്കാണോ? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നോക്കിക്കേ, ബാർ ഗ്രാഫ് നേരെ മുകളിലേക്ക് പോയാൽ ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, എവിടെയാണ് അവസാനിക്കുന്നത്? അപ്പൊ അത് നേരെ നീട്ടി ഇവിടേക്ക് വരച്ചു നോക്കിക്കേ. ഇത് 9-ലല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പൊ 9 കുട്ടികൾക്കും C ഗ്രേഡ് ആണ് കിട്ടിയെന്ന് ആ ഒരു ഗ്രാഫിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ A ഗ്രേഡും B ഗ്രേഡും D ഗ്രേഡും E ഗ്രേഡും ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? വേഗം എന്റെ മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ, എത്രയായിരിക്കും വരിക എന്നുള്ളത് വേഗം കണ്ടുപിടിക്കാൻ പറ്റൂട്ടോ. എന്താ വരിക നോക്കിക്കേ, A ഗ്രേഡ് കിട്ടി എത്ര പേരുണ്ട്? നോക്കുക, ബാർ ഗ്രാഫ് എത്ര വരെ മുകളിലേക്ക് പോവാൻ നോക്കുക. ഇവിടെ എൻഡ് ചെയ്ത് നേരെ നീട്ടി നോക്കിക്കേ, 8-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ എത്ര പേർക്ക് A ഗ്രേഡ് കിട്ടി? 8 പേർക്ക് കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കേ, വേഗം B ഗ്രേഡ് നോക്കാം. നമുക്ക് B ഗ്രേഡ് ഒരുപാട് പേർക്കുണ്ട്, വലിയ ബാർ ഗ്രാഫ് ആയിട്ടാ ഉള്ളത് അല്ലെ. അപ്പൊ B ഗ്രേഡ് നേരെ വരച്ച് നോക്കിയാൽ എൻഡ് ചെയ്യുന്നത് എവിടെയാ? 10-ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ 10 എന്ന് എഴുതി കൊടുക്കാം. സിമ്പിൾ അല്ലേ? അതേപോലെ തന്നെ അടുത്ത നോക്കിക്കേ, നമ്മൾ C ഗ്രേഡ് നമുക്ക് ആദ്യമേ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത D ഗ്രേഡ് നോക്കാം. D ഗ്രേഡ് നേരെ എൻഡ് ചെയ്യുന്നത് എവിടേക്കാ? 5-ലാണ്. അപ്പൊ എന്താ വരിക? 5 പേർക്കാണ് D ഗ്രേഡ് കിട്ടിയത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എന്ത് പറയാം? E ഗ്രേഡ് കിട്ടിയത് ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പൊ E ഗ്രേഡ് കിട്ടിയ എത്ര പേർക്കാ? ഒരാൾക്ക് മാത്രമേ E ഗ്രേഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 1 എഴുതി കൊടുക്കാം. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കണക്ക് ഉണ്ടാവില്ല. അപ്പൊ അത്രയും സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പഠിക്കാനുണ്ടാവും. ഇതിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ടാവും എന്റെ കുട്ടിക്ക്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് ഒരു ചിത്രം വായിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മളിവിടെ ഒരു ഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ടാബിൾ ഫില്ല് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ബാർ ഗ്രാഫ് മിസ് തന്നാൽ ഇതിനകത്തൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ തന്നാൽ എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കിക്കേ, ഇവിടെ എന്താ നിങ്ങൾക്ക് ഗ്രാഫിൽ കൊടുത്തതെന്ന്.
ഇവിടെ നമുക്ക് ഒരു ക്രിക്കറ്റില്, നിങ്ങൾ ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണ്, ക്രിക്കറ്റ് ഉണ്ടാവും, അതേപോലെ ഫുട്ബോൾ ആയിട്ടുള്ള ആൾക്കാർ, ഫുട്ബോൾ ഫാൻസും ഉണ്ടാവും, ക്രിക്കറ്റ് ഫാൻസും ഉണ്ടാവും. അപ്പൊ ഇവിടെ ക്രിക്കറ്റിന്റെ കാര്യം കൊടുത്തത് എന്താ ക്രിക്കറ്റില്, ഇത് ക്രിക്കറ്റിൽ അതേപോലെ ഓവറും ഉണ്ടാവും, റൺസും ഉണ്ടാവും അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇത്ര ഓവറിൽ ഇത്ര റൺസ് എന്നൊക്കെ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ക്രിക്കറ്റില് ഇത് 1 ഓവർ ആയപ്പം 2 ഓവർ, 3 ഓവർ, 4 ഓവർ, 5 ഓവർ. ഓക്കെ, അപ്പൊ ഓരോ ഓവറിലും എടുത്ത റൺസിന്റെ എണ്ണമാണ് ഈ ഗ്രാഫിൽ കൊടുത്തത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് ക്ലിയർ ആയല്ലോ. ഇത് നോക്കിക്കേ, ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ 1ാമത്തെ ഓവറിൽ അയാൾ എത്ര റൺസ് എടുത്തു, അതേപോലെ 2ാമത്തെ ഓവറിൽ അയാൾ എത്ര റൺസ് എടുത്തു, അതാണിതാ ഇവിടെ റൺസിന്റെ എണ്ണമാണിതാ ഇങ്ങനെ കൊടുത്തത്. ഇപ്പൊ നോക്കിക്കാം, നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് മിസ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ഇത് 1ാമത്തെ ഓവറിൽ അയാൾ എത്ര റൺസ് എടുത്തു എന്ന് വെച്ചാൽ എന്റെ മക്കൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇത് നേരെ നമ്മൾ നീട്ടി നോക്കും. അതിനു മുൻപേ നിങ്ങൾ ആ റൺസിന്റെ സൈഡ് ഒന്ന് നോക്കിക്കേ, റൺസ് കൊടുത്തത് നോക്കിക്കേ നിങ്ങൾ. ഇതേതാ മിസ് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എന്റെ കുട്ടികൾക്ക്. ഇത് നോക്കിക്കേ, ഇവിടുന്ന് ഇവിടെ വരെ 5 റൺ എടുത്തു എന്നാണ് അവിടെ കാണിക്കുന്നത് അല്ലേടാ. ഇനി അടുത്ത് നോക്കിയതാ, ഇവിടുന്ന് ഇവിടെ വരെ എന്താ അതിന്റെ അർത്ഥം, 10 റൺസ് എടുത്തു എന്നുള്ളതാണ്. ഇനി അടുത്തതോ, ഇവിടുന്ന് ഇവിടെ വരെ 15 റൺസ് എടുത്തു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഓവറിൽ എത്ര റൺസ് എടുത്തു എങ്ങനെയാ മനസ്സിലാക്കുക, ഇത് നമ്മൾ ബാർ ഗ്രാഫ് നോക്കി, ബാർ ഗ്രാഫ് ദാ ഇവിടെ എൻഡ് ചെയ്യുന്നത് അല്ലെ, ഇവിടെ എൻഡ് ചെയ്താന്ന് പറഞ്ഞാൽ എത്രയിലാണ്, 15 റൺസ് എടുത്തു എന്ന് പറയാം. അപ്പൊ ഒരു ഓവറിൽ 15 റൺസ് എടുത്തു നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ ഓരോന്ന് എന്റെ കുട്ടിക്ക് ഇതേപോലെ നോക്കാൻ പറ്റില്ലേ. ഇതാണ് എന്റെ ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്റെ മക്കൾ വായിച്ചു നോക്കി, എന്താ ചോദ്യം, ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയത് എത്രാമത്തെ ഓവറിലാണ് എന്നുള്ളതാ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം എന്റെ മക്കൾ, എന്ത് ചെയ്യുക, ആദ്യമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് എത്രയിലാന്ന് നോക്കാൻ എന്റെ മക്കൾക്ക് സ്പീഡായിട്ട് പറ്റും അല്ലെ. വേഗം കഴിയുക, ഗ്രാഫ് കണ്ടാൽ തന്നെ വേഗം മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഓടി വന്ന് വേഗം തന്നെ കമന്റ് ബോക്സിൽ പറയണം. ഇത് വീഡിയോ കാണുന്ന സമയം തന്നെ എന്റെ മക്കൾക്ക് ഓടി വന്ന് കമന്റ് ബോക്സിൽ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് എന്തായാലും ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുന്ന മിസ്സിന് ഉറപ്പാണ്. ഈ ഒരു ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ മക്കൾക്ക് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ പറയണം. അതേപോലെ ഈ ഒരു ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ എന്റെ മക്കൾക്ക് പറയാട്ടോ. നമുക്ക് അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.